VP സതീദേവി, അതോടൊപ്പം തന്നെ 24 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ശ്രീ P. സുബ്രഹ്മണ്യം, രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. സതീദേവിയെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളായി പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു മുഖമാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പരിപാടികളിലും ഒക്കെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മുഖമാണ്. ആ മുഖം അനിവാര്യമായിട്ടുള്ള റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. പക്ഷേ അഭിമാനത്തോടു കൂടി വിരമിക്കുന്ന എല്ലാവർക്കും മാറാൻ കഴിയുന്ന തരത്തിലേക്ക് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് മാറിയിട്ടുണ്ട്. പട്ടാമ്പി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളുടെ വിശ്വാസ്യത നേടിയെടുത്തുകൊണ്ട് നിക്ഷേപകർക്ക് ഉറപ്പ് നൽകാനും അത്യാവശ്യക്കാരായ ആളുകൾക്ക് വേഗത്തിൽ വായ്പ നൽകാനും കൃഷിക്കാരെയും അതോടൊപ്പം തന്നെ മറ്റു എല്ലാ മേഖലയിലുള്ള ആളുകളെയും ചേർത്ത് പിടിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു മികച്ച പ്രസ്ഥാനമാണ്. സഹകരണ പ്രസ്ഥാനത്തിനാകെ മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് പട്ടാമ്പി കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സഹകരണ മേഖല വെല്ലുവിളികൾ നിറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും സഹകരണ മേഖലയിലുള്ള പല സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങൾക്കും ആക്ഷേപങ്ങൾ വരുന്ന സമയത്തും ഏറ്റവും മികച്ച രീതിയിൽ ആക്ഷേപങ്ങളില്ലാതെ മാതൃകയായി നിൽക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അതിനെ അങ്ങനെ ആക്കി മാറ്റുന്നതിന് ഭരണസമിതി അംഗങ്ങളും അതോടൊപ്പം തന്നെ അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും നല്ല ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. ഒരുപാട് പേരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കാനും നമുക്കറിയാം, സഹകരണ പ്രസ്ഥാനങ്ങൾ തന്നെ കേരളത്തിൽ ആദ്യം സഹകരണ പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായത് ജമ്മിത്തം അതുപോലെ നാടുവാഴിത്തൊക്കെ നിലനിന്നിരുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നായിരുന്നു. കാരണം സാധാരണക്കാർ, മണ്ണിൽ പണിയെടുക്കുന്നവർ, അവർ ഒരുമിച്ച് കൂടി സഹകരണ പ്രസ്ഥാനമായി അവരുടെ തൊഴിലിന് ഉറപ്പ് വരികയും അവരുടെ ആവശ്യങ്ങൾ നിറവേറുകയും അവർക്ക് സാമ്പത്തികമായിട്ട് മാത്രമല്ല അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു വലിയ സംവിധാനമായി സഹകരണ പ്രസ്ഥാനം വളർന്നപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമെല്ലാം കേന്ദ്രീകരിച്ച് അക്കാലത്ത് കൈയടക്കിയിരുന്നവർ അതിനെതിരായിട്ട് നിന്നിരുന്നു. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കയർ തൊഴിലാളികളടക്കമുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ അധ്വാനത്തെ അവർക്ക് അഭിമാനമുണ്ടാക്കുന്ന തരത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് സഹകരണ പ്രസ്ഥാനങ്ങൾ വഹിച്ചു. ഇന്ന് 2 ലക്ഷം കോടിയിലധികം വരുന്ന ആസ്തിയുള്ള, ഏതാണ്ട് അത്രത്തോളം വായ്പ നൽകിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രസ്ഥാനമായി നിലനിൽക്കുമ്പോൾ ന്യൂജൻ ബാങ്കുകളടക്കമുള്ള ബാങ്കുകൾ, അതോടൊപ്പം തന്നെ കോർപ്പറേറ്റുകൾ അടക്കമുള്ളവർ സഹകരണ പ്രസ്ഥാനങ്ങളിൽ കണ്ണു നട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര നിയമമടക്കമുള്ള നിയമങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നിയന്ത്രിക്കാനും അതിൻ്റെ പണത്തെ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പോലും കിട്ടാതെ കടന്നിരുന്ന കോർപ്പറേറ്റുകളുടെ കടങ്ങൾ എഴുതിത്തള്ളിക്കൊണ്ടും കോർപ്പറേറ്റുകൾക്ക് വലിയ വായ്പകൾ കൊടുത്തുകൊണ്ടും അത്തരം സ്ഥാപനങ്ങളെ തകർക്കുമ്പോഴും സാധാരണക്കാരും മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യർക്കും സാമ്പത്തിക ആവശ്യം വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് വന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ ഏഷ്യ പസഫിക് സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഉച്ചകോടിയിൽ ഇന്ത്യ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ ഫ്ലാഗ് ബിയറായിക്കൊണ്ട് നിന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളാണ്. അവിടെ അഭിമാനമായിട്ട് പറഞ്ഞത് ഒന്ന് കേരള ബാങ്കിനെ കുറിച്ചാണ്. വായ്പ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അഭിമാനകരമായി 50,000-ലധികം വരുന്ന നീക്കിയിരിപ്പുമായി ബന്ധപ്പെട്ട് അഭിമാനകരമായിട്ടുള്ള അംഗീകാരമാണ് അവിടെ ലഭ്യമായത്.